ഇനി നമുക്ക് നോക്കാനുള്ളത് ഇത് സംഖ്യയെ സംബന്ധിക്കുന്നതാണ് എന്നൊരു ധാരണയുണ്ട്. സംഖ്യയെ സംഖ്യ എന്ന് വെച്ചാൽ എണ്ണം, എന്യൂമറേഷൻസ്. സംഖ്യകളെ സംബന്ധിച്ച് പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെ, കാറ്റഗറീസിനെ, പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെ ഇപ്പോൾ ഇമ്മാനുവൽ കാന്റ് 12 കാറ്റഗറീസാണ് സങ്കല്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക് ഓഫ് യുവർ റീസൺ, ക്രിട്ടിക് ഓഫ് യുവർ ജഡ്ജ്മെൻറ്റ് എന്നീ കൃതികളിൽ 12 കാറ്റഗറികളെ അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് വരുന്നതിന് സഹായകമായി നിന്ന നിയാമക ഘടകങ്ങൾ എന്ന നിലയിൽ 12 കാറ്റഗറീസ് അല്ലെങ്കിൽ കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ പദാർത്ഥങ്ങളാണ്. ഇവിടെ ഈ പദാർത്ഥങ്ങളെ എണ്ണി അവയെ വിശദീകരിച്ചിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ആണ് എന്ത് വാക്ക് വന്നിരിക്കുന്നത്? സംഖ്യ എന്നുള്ള 25 തരത്തിലുള്ള ഘടകങ്ങൾ സമന്വിതമായി സമ്മേളിച്ച് സമീചീനമായി സമഞ്ജസമായി സമ്മേളിച്ച് സമരസപ്പെട്ട് ഉണ്ടായ നൂതന സൃഷ്ടി എന്ന നിലയിലാണ് പ്രപഞ്ചത്തെ ആര് കാണുന്നത്? കപിലൻ കാണുന്നത്. ഇപ്പം 25 തത്വങ്ങളാണ് പ്രപഞ്ചത്തിന് അദ്ദേഹം പറയുന്നത്. 12 തത്വങ്ങളല്ല, കാറ്റഗറി എന്നുള്ളതിന് തത്വം എന്നും അർത്ഥമുണ്ട്. അതൊരു ഗ്രീക്ക് പദമാണ്. അത് 14-ാം നൂറ്റാണ്ടിൽ നവോത്ഥാന കാലത്ത് ആ ഗ്രീക്ക് പദം ഇറ്റാലിയൻ പ്രാചീന ലാറ്റിൻ ഭാഷയിലൂടെ പിന്നീട് ഇംഗ്ലീഷിലേക്ക് വന്ന് പിന്നെ ലോകത്തെല്ലായിടത്തും അത് പ്രയോഗിച്ചു തുടങ്ങിയതാണ് കാറ്റഗറീസ് എന്ന പദം. നമുക്ക് സംസ്കൃതത്തിലും മലയാളത്തിലും അതിനെ പദാർത്ഥം എന്ന് പറയാം. പദാർത്ഥം എന്നുള്ള വാക്ക് സംസ്കൃതത്തിലേതാണ്, അല്ലാതെ മലയാളം വാക്കല്ല. പദത്തിൻ്റെ അർത്ഥം എന്നും അതിനർത്ഥമുണ്ട്. അത് സാഹിത്യത്തിൽ വരുമ്പോഴാണ് അതിന് ആ അർത്ഥം വരുന്നത്. ഇങ്ങനെ 25 തത്വങ്ങളായിട്ട് പ്രപഞ്ചത്തെ വിഭജിച്ച് പഠിച്ച് പ്രപഞ്ചത്തിൻ്റെ ഒരു ശാസ്ത്രം അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നു എന്നാണ്. ആ 25 തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് സമയമുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ അല്ലാതെ ധാതു പാഠത്തിൽ പാണിനി മഹർഷി അഷ്ടാധ്യായി എന്ന അതിപ്രശസ്തമായ വ്യാകരണ ഗ്രന്ഥം എഴുതി പാശ്ചാത്യന്മാരായ സർവ്വ മനീഷികളെയും ചിന്തകന്മാരെയും തത്വചിന്തകന്മാരെയും ഗണിതശാസ്ത്രജ്ഞന്മാരെയും വിഭ്രമിപ്പിച്ചയാളാണ് പാണിനി മഹർഷി. അദ്ദേഹത്തിൻ്റെ കാലം ഏതാണ്ട് നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. അത് BC 8-ാം നൂറ്റാണ്ടാണ്. പ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് അതിൽ അന്തിമമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഗണിതശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വ്യാകരണ സൂത്രങ്ങൾ ഗണിതശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. ഈ പാണിനി പ്രയോഗത്തിൽ ഇരിക്കുന്ന സംസ്കൃതത്തിൽ പ്രയോഗത്തിലിരിക്കുന്ന പദങ്ങളെ സംബന്ധിച്ച് ആ പദങ്ങളുടെ റൂട്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റൂട്ട് മീനിങ്, അതിൻ്റെ ധാത്വർത്ഥം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. റൂട്ടുകളുടെ അർത്ഥവുമായിട്ട് ഇങ്ങനെ മാല പോലെ അദ്ദേഹം രചിച്ചു വച്ചിരിക്കുകയാണ്. അതിൽ 1016-ാമത്തേതായിട്ട് വരും ഈ ധാതു അല്ലെങ്കിൽ റൂട്ട്. അതിന് പ്രകഥനേ എന്നർത്ഥമാണ്. പ്രകഥനം നടത്തുക എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക എന്നർത്ഥമാണ്. അപ്പോൾ ഈ ഖ്യാ എന്നതിൽ നിന്നാണ് ഖ്യാതിവാദം എന്ന ഇന്ത്യൻ ഫിലോസഫിയിലെ ഒരു വാദമുണ്ടാകുന്നത്. ഖ്യാതിവാദത്തിന് ജ്ഞാനവാദം എന്നർത്ഥമാണ്, അല്ലെങ്കിൽ ജ്ഞാനസംഹിത എന്നർത്ഥമാണ്. അപ്പോൾ ഖ്യാ എന്നതിന് ജ്ഞാനം എന്നർത്ഥമുണ്ട് എന്ന് വന്നു. മറ്റേ 25 എന്നുള്ള സംഖ്യയുടെ എണ്ണമൊക്കെ പോയി. ഇപ്പോൾ പാണിനിയുടെ ധാതു പദത്തിൻ്റെ അർത്ഥത്തെ ആസ്പദമാക്കി അന്വേഷിക്കുമ്പോൾ കപിലൻ കണ്ടുപിടിച്ച 25 തത്വങ്ങളെ അല്ല ഈ ഖ്യാ എന്നുള്ള ധാതുപദം സൂചിപ്പിക്കുന്നത്, മറിച്ച് ജ്ഞാനം എന്ന അർത്ഥത്തെയാണ്. ഖ്യാ എന്നതിന് ഐഡിയ എന്നും അർത്ഥമുണ്ട്, ആശയം എന്നും അർത്ഥമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് പ്രജ്ഞ എന്നും അർത്ഥമുണ്ട് എന്ന് പാണിനി മഹർഷി പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് ജ്ഞാനശാസ്ത്രം, പ്രജ്ഞാശാസ്ത്രം, ഐഡിയോളജി അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം എന്നിങ്ങനെയുള്ള ശാസ്ത്ര ശാഖകളിലേക്ക് നമുക്കൊരു വെളിച്ചം വീശിത്തരും പാണിനിയുടെ ഈ 1016-ാമത്തെ റൂട്ടിൻ്റെ
ഒരു ഉപസർഗം ചേർത്താൽ, സംഖ്യ, സം എന്ന ഉപസർഗം പ്രിഫിക്സ് ചേർത്താൽ സംഖ്യ എന്ന് വരും. സമ്യക്കായ വിധത്തിൽ എന്ന് വെച്ചാൽ കുറ്റമില്ലാത്ത വിധത്തിൽ എന്ന് വെച്ചാൽ താർക്കികമായ രീതിയിൽ എന്നർത്ഥമാണ്. തർക്കശാസ്ത്രപരമായി ഖ്യായ്ക്ക് അർത്ഥം കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സംഖ്യ എന്നത് ജ്ഞാനം എന്ന അർത്ഥത്തിൽ നമുക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ സാധിക്കും. അപ്പോൾ ജ്ഞാനപരം എന്നതിന് അർത്ഥം കിട്ടും. സംഖ്യ എന്നതിന് ജ്ഞാനം എന്നർത്ഥം കിട്ടും. അതിനെ സംബന്ധിക്കുന്നത് സാഖ്യം, അപ്പോൾ ജ്ഞാനത്തെ സംബന്ധിക്കുന്നത്. അപ്പോൾ ജ്ഞാനശാസ്ത്രം എന്നാണ് അർത്ഥം വരുന്നത്. അല്ലാതെ 25 എന്ന എണ്ണത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ജ്ഞാനശാസ്ത്രം രചിക്കുകയായിരുന്നു ഈ കപില മഹർഷി. ഇതാണ് അതിനെ സംബന്ധിച്ച് ഒന്നാമത്. സാഖ്യദർശനത്തെ സംബന്ധിച്ച് അത് 25 തത്വങ്ങളെ ആസ്പദമാക്കി പ്രപഞ്ചശാസ്ത്രത്തെ നിർമ്മിച്ചിട്ടുള്ള ഒരു ദാർശനിക പദ്ധതി എന്നല്ല. അങ്ങനെ ധരിക്കുന്നതിനും വിരോധമൊന്നുമില്ല, അങ്ങനെയും ധരിക്കാം. അങ്ങനെ ധരിച്ചാലും തെറ്റാണ് എന്നാരും പറയില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ അന്തിമമായ പാരമാർത്ഥികമായ സത്ത, ആ ദർശനത്തിൻ്റെ പാരമാർത്ഥികമായ സത്ത പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവ അസ്തിത്വ തിരോഭാവങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ തത്വങ്ങളുടെ കണ്ടുപിടുത്തം ജ്ഞാനശാസ്ത്രമാണ് അത് എന്നതാണ് അതിൻ്റെ യഥാശ്രുതം എന്നതിന് ശ്രുതി അനുസരിച്ചുള്ള അർത്ഥം എന്നാണ്. ശ്രുതി എന്നത് ആളുകൾ പാശ്ചാത്യന്മാർ ധരിച്ചത്, ശ്രുതി എന്നതിങ്ങനെ കേട്ട് 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 എഴുതാൻ അക്ഷരമില്ലാതിരുന്നത് കൊണ്ടേ എന്തു വലിയ പ്രശ്നമാണെന്നറിയാമോ? ഇത്രയും വലിയ ബുദ്ധിമാന്മാരായ ആളുകൾക്ക് ചില ലിപികളുടെ രൂപം ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. നമ്മൾ വെറുതെ ഇരുന്നുണ്ടാക്കിയാൽ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ കുറിച്ച് നമ്മുടെ ചിത്രകാരന്മാർക്കുണ്ടാക്കാം. ഇതിനു മുമ്പ് ഇല്ലാത്ത രൂപങ്ങൾ വരയ്ക്കാൻ സാധിക്കും. കാഡ്മസ് എന്ന് പറയുന്ന ഒരു ദേവനാണ് ഗ്രീക്ക് ഭാഷയ്ക്ക് ആദ്യമായി 14 ലിപികൾ ഉണ്ടാക്കിയത്. 24 ലിപികളാണ് ഗ്രീക്ക് ഭാഷയിലുള്ളത്. അതിൽ 14 ലിപികൾ കാഡ്മസ് എന്ന ദേവനാണ് ഉണ്ടാക്കിയത്. അതുവരെ ഗ്രീക്ക് ഭാഷയ്ക്ക് ലിപികൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ധരിച്ചു ഇതുപോലെ തന്നെ ആയിരിക്കും ഭാരതത്തിൻ്റെ കാര്യത്തിലും സംസ്കൃതത്തിൻ്റെ കാര്യത്തിലും ഇവർക്കും ലിപി ഉണ്ടായിരുന്നിരിക്കില്ല, പിന്നീട് കണ്ടുപിടിച്ചതാണ്. പക്ഷേ ലിപി ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് കിട്ടുന്നതിന് മുമ്പേ തന്നെ ഇത്തരം ശാസ്ത്രകൃതികളൊക്കെ, അതായത് വേദങ്ങളെല്ലാം എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വേദം എഴുതിയിട്ട് അടുത്തിരിക്കുന്ന ശിഷ്യൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഒരു സിനിമയിൽ തെറി പറയുന്ന ഒരു കഥാപാത്രം അടുത്ത് നിൽക്കുന്ന ഇത് സെൻസർ ബോർഡ് ഇടപെടുന്നതുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ഭൃത്യൻ്റെ ചെവിയിലാണ് തെറി പറയുന്നത്. അപ്പോൾ നമുക്ക് സന്ദർഭം കൊണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞത് തെറിയാണെന്ന്. ഇതുപോലെ തെറി പറയേണ്ടി വരുമ്പോൾ ചെവിയിൽ മറ്റുള്ളവർ കേൾക്കാതെ, സദസ്സിൽ കേൾക്കാതെ, ജനങ്ങൾ കേൾക്കാതെ ചെവിയിൽ തെറി പറയുന്നത് പോലെ ഈ കണ്ടുപിടിച്ച തത്വം ആശാൻ ശിഷ്യന് ചെവിയിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെവികളിലൂടെ പകർന്ന് വന്നിട്ടാണ് ശ്രവണത്തിലൂടെ കേട്ട് മനസ്സിലാക്കിയത് എന്ന അർത്ഥത്തിൽ ഇതിന് ശ്രുതി എന്ന പേര് വന്നതെന്നാണ് സായിപ്പന്മാരുടെ കണ്ടുപിടുത്തം. പിന്നെ സായിപ്പന്മാരെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായി നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്തിരുന്നതുകൊണ്ട് അവർ പിന്നീട് അടുത്ത് ഏറ്റുപാടിക്കൊണ്ട് നടന്നു. വസ്തുത അതല്ല. ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളോടുകൂടിയാണ് ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കേണ്ടത്. മന്ത്രങ്ങൾക്ക് അത് സത്യമായതുകൊണ്ട് ഉണ്ടായ ദിവ്യത്വമാണ്. അതല്ലാത്ത ദിവ്യത്വമൊന്നും അതിനില്ല. അത് സയൻറ്റിഫിക് തിയറികൾക്കുള്ള ദിവ്യത്വം പോലെ തന്നെയുള്ള ഒരു ദിവ്യത്വമാണ്. അതിനുപരിയായി അതിന് ദിവ്യത്വം കൽപ്പിച്ചത് ജ്ഞാനത്തോടുള്ള സമാദരം, ബഹുമാനം കൊണ്ടാണ്. അങ്ങനെയാണ് സരസ്വതി ദേവി വരുന്നത്. അപ്പോൾ അത് ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് ഉച്ചരിക്കുന്നതിന് പ്രത്യേക തരത്തിലുള്ള ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളെന്ന് പറയും ആ ഉച്ചാരണ രീതിക്ക്. അപ്പോൾ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളനുസരിച്ച് ഉച്ചരിക്കേണ്ടത് കൊണ്ട് ലിപി നോക്കി വായിച്ച് അത് ഉച്ചരിക്കാൻ സാധ്യമല്ല. അത് പഠിച്ചിട്ടുള്ള ആൾ പറഞ്ഞു കൊടുത്തിട്ട് തന്നെ അതിൻ്റെ നീട്ടലോടും കുറുക്കലോടും കൂടി സാമരീതിയിൽ അത് ഉച്ചരിക്കണമെന്നത് കൊണ്ടാണ്. അപ്പോൾ ഉച്ചാരണത്തിന് പ്രധാനമുള്ള ശബ്ദമായതുകൊണ്ടാണ് അതിന് ശ്രുതി എന്ന് പേര് വന്നത്. അല്ലാതെ നമ്മുടെ പണ്ഡിതന്മാർ ധരിച്ചതുപോലെയോ തെറ്റിദ്ധരിച്ചതുപോലെയോ ഒരു ഈ ചെവിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഇവിടെ ഉണ്ടായിരുന്നില്ല.
അപ്പോൾ ആചാര്യൻ ഉച്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല ഏതെല്ലാം തരത്തിൽ ചലിക്കുന്നു, ചുണ്ട് എങ്ങനെ ചലിക്കുന്നു, നാക്ക് എങ്ങനെ ചലിക്കുന്നു, എവിടെ ശബ്ദത്തിൻ്റെ ആരോഹാവരോഹക്രമം ഉണ്ടാകുന്നു, ഇതിൽ നിന്നാണ് സംഗീതം ഉണ്ടായത്. പിൽക്കാലത്ത് സംഗീതം എന്നത് മനുഷ്യൻ്റെ ശബ്ദമല്ല. മനുഷ്യൻ്റെ ശബ്ദത്തിന് വേണമെങ്കിൽ പറയാവുന്നത് ഒച്ച എന്നാണ്. കിളികളും അതുപോലെ മൃഗങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഒച്ചയാണ് മനുഷ്യനുണ്ടാക്കുന്നത്. ഇപ്പോൾ വഴക്ക് പിടിക്കുമ്പോൾ നോക്കിക്കോളൂ, മൃഗത്തിൻ്റെ ശബ്ദമായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരുന്നത്, അല്ല മനുഷ്യൻ്റെ ശബ്ദമായിരിക്കില്ല. അപ്പോൾ ഈ മൃഗത്തിൻ്റെ ശബ്ദം നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. സന്ദർഭം വരുമ്പോൾ ഈ മൃഗം ഗർജിക്കും, അല്ലെങ്കിൽ ചിലയ്ക്കും. ചിലപ്പോൾ ചിരിക്കുമ്പോൾ ചിരിച്ച് ആ കിളി ചിലയ്ക്കുന്നത് പോലെയാകും. കൃഷ്ണപക്ഷ കിളി അങ്ങനെ ഒരു ചിലക്കുന്നുണ്ട്. ഒരു പാട്ടോ മറ്റാണത്, വലിയ നമ്മളപ്പോൾ കേട്ടതാണ്. അങ്ങനെയുണ്ട്. ഇപ്പം എന്താ ചിരിക്കുന്നത് പോലെ ആ പാട്ട് ആരാണാവുന്നത് പാടി എനിക്കറിഞ്ഞൂടാ. അവരിങ്ങനെ ഒരു ഗോഷ്ഠിമയത്തിൽ അതിങ്ങനെ ഉച്ചരിച്ച് കേൾപ്പിക്കും. എന്തായാലും ഗോഷ്ഠിമയമായാലും കേൾക്കാൻ രസമാണ്, നല്ല സ്വരവും. അപ്പോൾ ഇത് ഇയാൾ കണ്ടിരുന്നിട്ട് അതനുസരിച്ച് ഇത് പഠിച്ച എന്താണ്, ഇതിനെല്ലാം പ്രത്യേകമായ അർത്ഥമുണ്ട് ഈ തലയുടെ ചലനത്തിന്. അതിൽ നിന്നാണ് പിന്നീട് എന്തുണ്ടായത്, ആംഗിക ഭാഷ എന്ന് പറയുന്ന നമ്മുടെ കൂടിയാട്ടത്തിലെയും ഇനിയിപ്പോൾ കൂടാതെ ഒറ്റയ്ക്ക് നിന്ന് ആടിയാലും ഒക്കെ ഈ ആട്ടത്തിലെ നൃത്തത്തിലെ ഈ രീതികളെല്ലാം വന്നത് ഈ ഇവരുടെ ആചാര്യന്മാരുടെ തലയുടെ ചലനത്തിൻ്റെയും അതുപോലെ ഈ ഉച്ചാരണത്തിൻ്റെ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളുടെ ആരോഹണ അവരോഹണ ക്രമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീട് മനുഷ്യൻ്റെ ശബ്ദത്തെ സംസ്കരിച്ച് സംഗീതമാക്കിയത്. സംഗീതം ഇവിടെ നാഭിയിൽ നിന്നാണ് സംഗീതം വരുന്നത്. നമ്മുടെ നാഭിയിൽ അഗ്നി ഇരിക്കുന്നു എന്നാണ് സങ്കല്പം. അഗ്നി ഇരിക്കുന്നു എന്നല്ല സങ്കല്പം, അഗ്നി ഇരിക്കുന്നു എന്നതാണ് വസ്തുത. ഈ അഗ്നിയാണ് പിത്തൈരഗ്നി, പിത്തങ്ങൾ എന്ന് പറയുന്നത് അഗ്നിയാണ്. അപ്പോൾ ഈ പിത്തരസത്തെ, മനുഷ്യൻ്റെ നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന പിത്തരസത്തെ തൊണ്ടയിലേക്ക് കൊണ്ടുവന്ന് തൊണ്ടയിലെ ശബ്ദതന്ത്രികളെ സംസ്കരിക്കണം. അങ്ങനെ ശബ്ദതന്ത്രികളെ സംസ്കരിച്ച് വരുമ്പോഴാണ് അത് സംഗീതത്തിന് പാകമാകുന്നത്. അപ്പോൾ ഇയാൾ സാധാരണ വർത്തമാനം പറയുമ്പോഴുള്ള ശബ്ദമല്ല വരുന്നത്, പിന്നെ എന്തായിരിക്കും, അയാളുടേതല്ലാത്ത സംഗീതത്തിൻ്റെ സരസ്വതി എന്ന് സങ്കല്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം ശബ്ദത്തിൻ്റെ ഉൽപ്പത്തിക്ക് ഈ വോക്കൽ കോഡ്സ്, നമ്മുടെ ശബ്ദതന്ത്രികൾ പാകപ്പെട്ട് വരും. അതുകൊണ്ടാണ് ചിലർ പാടുമ്പോൾ ഈ നാഭിയിൽ നിന്ന് ഈ അഗ്നിയെ എടുക്കാനാണ് ചിലർ പാടുമ്പോൾ ഭയങ്കരമായ ഗോഷ്ഠികൾ കാണിക്കും. നമുക്ക് അയാൾക്ക് എന്തോ ഈ കോച്ചുവാദം ഉണ്ടായതുപോലെ നമുക്ക് തോന്നും. ഇത് അദ്ദേഹം അറിയുന്നില്ല, ഇത് ഗോഷ്ഠിയാണെന്നുള്ള വിവരം അറിയാതെ ഈ ശബ്ദത്തെ നാഭിയിൽ നിന്ന് തൊണ്ടയിലേക്ക് എടുക്കുകയാണ്. ചിലർക്കത് അനായാസമായി എടുക്കാൻ സാധിക്കും. ചിലർക്കത് എടുക്കുമ്പോൾ ഈ ശരീരത്തിന് മസിൽസിന് ബലം കുറഞ്ഞ ആളുകൾ പല തരത്തിൽ പിരിഞ്ഞ് വളഞ്ഞ് കണ്ടിച്ചിട്ടായിരിക്കും ഇത് തൊണ്ടയിലേക്ക് വരുന്നത്. അത് സംഗീതത്തെ, നാഭിയിൽ സ്ഥിതി ചെയ്യുന്ന സംഗീതത്തെ തൊണ്ടയിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്രകാരം ഉച്ചരിച്ച് പഠിക്കേണ്ടത് കൊണ്ടാണ് ശ്രുതിക്ക് ഉച്ചാരണത്തിന് പ്രാധാന്യമുള്ളത് എന്ന അർത്ഥത്തിലാണ് അതിന് ശ്രുതി എന്ന് പേര് വന്നത്. അതവിടെ നിൽക്കട്ടെ. അല്ലാതെ ചെവികളിലൂടെ കാണാതെ പഠിച്ച് ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ തലമുറകൾ കൈമാറി. തലമുറകൾ കൈമാറുന്നത് എന്താണ് നമുക്കറിയാം, പന്തമാണ്. അല്ലാതെ വേറൊന്നും തലമുറകൾ അങ്ങനെ. പിന്നെ അരിവാള്, ചുറ്റിക, ചെങ്കൊടി, ഇതൊക്കെയാണ് തലമുറകൾ കൈമാറുന്നത്. ചെങ്കൊടി കൈമാറണമെന്ന് കുറ്റം പറയുന്നില്ല, അതിന് അതിൻ്റേതായ അർത്ഥമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അല്ലാതെ ഇതങ്ങനെ തലമുറകൾക്ക് കൈമാറാവുന്നൊരു സാധനമല്ല, മനസ്സിലാകില്ല. തലയും ഉണ്ടാകില്ല, തലയ്ക്ക് മുറയും ഉണ്ടാകില്ല ഇത് കേട്ടാൽ. അതുകൊണ്ട് പെട്ടെന്ന് അത് പഠിക്കണമെന്ന് ആഗ്രഹിച്ച ആൾ വലിയ താമസമില്ലാതെ ആചാര്യനെ ഉപേക്ഷിച്ച് പോകും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത് ഈ 25 തത്വങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രീയമായ, അതായത് പ്രപഞ്ചത്തിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവും ദൃശ്യവും അദൃശ്യവുമായ സൃഷ്ടി നിയമങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച 25 തത്വങ്ങളുടെ സമാഹാരം എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അത് നിഷേധിക്കുകയല്ല, അതിനേക്കാളും സമുചിതമായ മറ്റൊരർത്ഥം അതിനുണ്ട് എന്ന് ധരിക്കാൻ വേണ്ടി പറയുകയാണ്. അത് ജ്ഞാനശാസ്ത്രം. ഈ ജ്ഞാനശാസ്ത്രം എന്ന അർത്ഥത്തിലാണ് ഭഗവത്ഗീതയിൽ സാഖ്യയോഗം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ പ്രയോഗം കണ്ടിട്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇത് കപിലൻ്റെ സാഖ്യസൂത്രങ്ങളിൽ നിന്നാണ് ഇതിലെ ആശയങ്ങൾ എടുത്തിട്ടുള്ളത് എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടവന്നത്.
അങ്ങനെ എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കേണ്ട ആവശ്യം ആർക്കില്ല. ഇതെഴുതിയത് വ്യാസനാണ്. അതുകൊണ്ട് വ്യാസന് ഈ ഭഗവത്ഗീത എഴുതിയ വ്യാസന് അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം സാഖ്യദർശനം ഒരു ദർശനമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനെ തൊടുകില്ല സാഖ്യദർശനത്തിൽ. പക്ഷേ നമുക്ക് ഇവയെല്ലാം വേണ്ട തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കാഞ്ഞതുകൊണ്ടും അങ്ങനെ തിരിച്ചറിയത്തക്ക വിധത്തിലുള്ള ഇതിൻ്റെ കാര്യാകാര്യ വിവേകം, കൃത്യാകൃത്യ വിവേചനം, തത്വ അതത്വ വിവേചനം എപ്രകാരം നടത്തണം എന്ന് നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞുകൂടാതെ പോയതുകൊണ്ടും അതിനുള്ള ശിക്ഷണം കിട്ടാഞ്ഞതുകൊണ്ടുമാണ് ഇതിന് സാഖ്യത്തിന് ജ്ഞാനമെന്നാണ് അർത്ഥം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അത് പ്രപഞ്ചത്തെ സംബന്ധിച്ച് കണ്ടുപിടിച്ച് ഗവേഷണം ചെയ്ത് ആലോചിച്ച് ധ്യാനിച്ച് സമാധിയിലൂടെ സംയമബുദ്ധിയിലൂടെ കണ്ടുപിടിച്ച 25 തത്വങ്ങളുടെ പ്രഖ്യാപനമാണ് എന്ന ധാരണ വന്നത്. ഈ സംഖ്യ എന്നതിലെ ഖ്യായിൽ നിന്ന് തന്നെയാണ്. അതിൽ നിന്ന് 90 ക്രിയാപദങ്ങളുണ്ടാകും. ഈ ഖ്യ എന്നതിൽ നിന്ന് അതിൽ നിന്നാണ് വ്യാഖ്യാനം എന്നുണ്ടാകുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ പ്രസിഡന്റ് പറയുമ്പോൾ വെറുതെ പറയുകയല്ല, പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഖ്യായിൽ നിന്നാണ് ഖ്യാപയതി എന്നുള്ള ക്രിയ ഉണ്ടാകുന്നത്. ഖ്യാപയതി എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിച്ചു. ഇങ്ങനെ ഖ്യാ എന്ന റൂട്ടിൽ നിന്ന്, ധാതുപദത്തിൽ നിന്ന് 90 തരത്തിലുള്ള ക്രിയകളുടെ രൂപങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് സാധിക്കും. സംസ്കൃതത്തിൻ്റെ വ്യാകരണ ഭാഷാശാസ്ത്രപരമായ നിയമങ്ങൾ ഉപയോഗിച്ച് 90 ക്രിയാരൂപങ്ങൾ അതിൽ നിന്നുണ്ടാകും. 91 ക്രിയാരൂപങ്ങൾ ഉണ്ടാകില്ല. 89 ക്രിയാരൂപങ്ങളാകുമ്പോൾ ഇനി 90ാമത്തെ ക്രിയാരൂപം എങ്ങനെ നിർമ്മിക്കും എന്ന ആശങ്കയ്ക്കും യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ 25 തത്വങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടവർക്ക് അങ്ങനെ മനസ്സിലാക്കാം. ഒരിക്കലും നമുക്ക് തത്വങ്ങളുടെ കാര്യത്തിൽ അനാവശ്യമായ ദുശാഠ്യങ്ങൾ പാടില്ല എന്നതാണ്. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ടാകും. ആ അഭിപ്രായമുള്ളവർക്ക് അത്തരം അഭിപ്രായം സ്വരൂപിക്കുന്നതിനുള്ള ഗ്രന്ഥ താല്പര്യപരമായ സാധ്യത അതിൽ ഗ്രന്ഥകർത്താവ് നിക്ഷേപിച്ചിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെയും പറയുന്നത്. പക്ഷെ അതിനേക്കാൾ നാം യുക്തിപൂർവ്വം അപഗ്രഥിക്കുമ്പോൾ ഇതിനെല്ലാം ശേഷം യുക്തിദീപിക എന്ന് പറഞ്ഞിട്ടൊരു കൃതിയുണ്ട് ഈ സാഖ്യദർശനത്തിൽ തന്നെ. അപ്പോൾ ആ യുക്തിദീപികയിലെ യുക്തികൾ വെച്ച് അപഗ്രഥിച്ച് നോക്കുമ്പോൾ ജ്ഞാനശാസ്ത്രം എന്ന അർത്ഥത്തിലാണ് സാഖ്യ സൂത്രങ്ങൾ എന്ന്. ആ സൂത്രങ്ങൾക്ക്, ആ തത്വങ്ങൾക്ക്, ആ തത്വങ്ങളുടെ ഫോർമുലയ്ക്ക്, ആ തത്വങ്ങളുടെ സമവാക്യങ്ങൾക്ക് അതിൻ്റെ കണ്ടുപിടുത്തക്കാരനായ അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷകനായ, അതിൻ്റെ പ്രഖ്യാതാവായ, അതിൻ്റെ ഉപജ്ഞാതാവായ ഋഷി എന്ന കപിലൻ 10 ആദ്യത്തെ, പിന്നീട് പ്രജാപതിമാരുടെ പേരുകൾ പിന്നീട് മാറുന്നുണ്ട്. പിന്നീട് 20 പ്രജാപതിമാരാകുന്നുണ്ട്, പിന്നീട് 21 പ്രജാപതിമാരാകുന്നുണ്ട്. ഇതൊക്കെ തമ്മിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കും നമുക്ക്. ഇപ്പോൾ 10 പ്രജാപതി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഗ്രന്ഥം എടുത്ത് നോക്കുമ്പോൾ പ്രജാപതിമാരുടെ പേര് 20. അപ്പോൾ ഇത് തമ്മിലൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ എന്ന് നമുക്കൊന്നും വൈരുദ്ധ്യമൊന്നുമില്ല. ഈ മന്ത്രിമാരുടെ എണ്ണം പോലെയാണ്. ആദ്യം 19 മന്ത്രിയായിരുന്നു, പിന്നെ 20 മന്ത്രിയായി. അതങ്ങനെയായി ഇതുപോലെയാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയെ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ആ പാർട്ടിയിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കണം. അപ്പോൾ മന്ത്രിസഭയിൽ വീണ്ടും എണ്ണം കൂടി. പഴയ പത്രം എടുത്ത് നോക്കിയെന്നാൽ മന്ത്രിമാരുടെ എണ്ണം ഇത്രയുമില്ല. ഇത് പിന്നെ എങ്ങനെയായി? അതങ്ങനെയായി. അത്രയേ ഉള്ളൂ അതിന് മറുപടി. കാരണങ്ങളുണ്ടതിന്, അത് തനി രാഷ്ട്രീയമായി പോകും. അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇതുപോലെ പ്രപഞ്ചത്തിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുകയും കൂടുതൽ തത്വങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന തത്വങ്ങളും ഉപതത്വങ്ങളും ചേർന്ന് വന്നപ്പോൾ പ്രജാപതിമാരുടെ എണ്ണം കൂടി. അപ്പോഴാണ് ദക്ഷൻ കയറി പ്രജാപതിയാകേണ്ടി വന്നത്. അങ്ങനെ ഇപ്പോൾ നിലവിൽ ചുരുങ്ങിയത് 20 പ്രജാപതിമാരെ സംബന്ധിക്കുന്ന പ്രസ്താവങ്ങളുണ്ട്. ഇതെല്ലാം യുഗം മാറുന്നതനുസരിച്ച് പ്രജാപതിമാർ മാറുകയാണ്. അടുത്ത ചതുർയുഗത്തിൽ വ്യാസനായിട്ട് വരാൻ പോകുന്നത് അശ്വത്ഥമാവാണ്. അതും വ്യാസൻ പറഞ്ഞിട്ടുണ്ട്.
വ്യാസൻ്റെ സ്ഥാനം അടുത്ത വ്യാസനായിട്ട് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ 29ാമത്തെ വ്യാസനായിട്ട് വരാൻ പോകുന്നത്. ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ നിലനിന്ന് പോവുകയാണ്, അല്ല ഇതിന് നാശമൊന്നുമില്ല. പ്രപഞ്ചത്തിലെ ഒരു പദാർത്ഥത്തെയും ഒരു അണുവിനെ പോലും മനുഷ്യന് നശിപ്പിക്കാൻ സാധ്യമല്ല, രൂപപരിണതി ഉണ്ടാകും. അപ്പോൾ ഇത് പരിണമിച്ച് ഈ രൂപമില്ലാതെയായി ഇത് ഊർജ്ജമായിട്ട് സ്ഥിതി ചെയ്തിട്ട് വീണ്ടും രൂപമാകാൻ ഒരു ചുരുങ്ങിയത് 864 കോടി വർഷമെടുക്കും. ഈ 864 കോടി വർഷമെടുത്ത് അടുത്ത യുഗത്തിൻ്റെ സമാരംഭത്തിൽ ദ്വാപരയുഗം വരുമ്പോൾ, ചതുർയുഗത്തിലെ ദ്വാപരയുഗം വരുമ്പോൾ അന്നത്തെ വ്യാസൻ ആരായിരിക്കും? അന്നത്തെ വ്യാസൻ നാം ശ്രീകൃഷ്ണൻ തലയിലെ രത്നം പറിച്ചെടുത്ത് ശപിച്ചു വിട്ട അശ്വത്ഥമാവ് അന്ന് വ്യാസനായിട്ട് വരും. അന്ന് വേറെ ഭഗവത്ഗീത എഴുതപ്പെടും. ഇതൊക്കെ വളരെ രസകരവും അതേ സമയത്ത് തന്നെ അവിശ്വസനീയമാണ്. എന്താണ് അവിശ്വസനീയമാകുന്നത്? അവിശ്വസനീയമാകുന്നത് നമുക്ക് നമ്മുടെ മൂക്കിൻ്റെ തുമ്പ് പോലും കാണാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അത്ര ചെറിയ അറിവാണ്. നാം വിചാരിക്കും നാം അറിഞ്ഞിടത്തോളം കൊണ്ട് അറിവിൻ്റെ പരിധി തീർന്നു എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനെ ഓരോ വ്യക്തിയും വിചാരിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തിയും വിചാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രസ്താവങ്ങൾ വരുമ്പോൾ, അതിശയോക്തിപൂർണ്ണമെന്ന് ധരിക്കുന്ന നാം തെറ്റിദ്ധരിക്കുന്ന പ്രസ്താവങ്ങൾ വരുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാനോ അത് ധരിക്കാനോ അത് സ്വീകരിക്കാനോ നമുക്ക് സാധിക്കാതെ വരുന്നത്. അപ്പം അങ്ങനെ അശ്വത്ഥമാവ് ഇനി ഭാവി യുഗങ്ങളിൽ വ്യാസനായിട്ട് വരാൻ പോകുന്നു. ഈ 25 തത്വങ്ങൾ ഏവ എന്ന് പറയുന്നതിന് മുമ്പ് ഈ കപില മഹർഷിക്ക് 25 തത്വങ്ങളെ സംബന്ധിക്കുന്ന ദാർശനികമായ, ധാർമ്മികമായ, സനാതനമായ, നിത്യമായ മൂല്യങ്ങളെ സംബന്ധിക്കുന്ന സങ്കല്പം എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണോ? അദ്ദേഹം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല. അത് ഋഗ്വേദം 10ാം മണ്ഡലത്തിലെ ഒരു സൂക്തത്തിൽ നിന്ന്, 90ാമത്തെ സൂക്തത്തിലെ 16ാമത്തെ മന്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് സിദ്ധിച്ചതാണ്. അല്ലാതെ ഇത് അദ്ദേഹം സ്വന്തമായി തൻ്റെ അദ്ദേഹം ഗവേഷണപ്പെടുവായിരുന്നു. അതൊക്കെ വസ്തുതയാണെങ്കിലും ഋഗ്വേദത്തിൽ നിന്നാണ് ഇതിൻ്റെ പ്രാഥമികമായ ആശയങ്ങൾ സ്വീകരിച്ചത്. സപ്താസ്യാസൻ പരിധയ എന്നാണ് അതിൻ്റെ 1ാമത്തെ വരി. അത് വ്യാഖ്യാനിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ വളരെ ബഹുവ്യാഖ്യാനപരതയുള്ള ഒരു പ്രയോഗമാണ്. സപ്താസ്യാസാൻ പരിധയഃ ത്രിസപ്തസമിധകൃതാഃ. ഈ ത്രിസപ്ത, അത് മാത്രം പറയാം, ഈ ത്രിസപ്തസമിധകൃതാഃ. ത്രിസപ്തം എന്ന് പറയുമ്പോൾ 7 3 21. 21 തരത്തിലുള്ള സമിത്തുകൾ. 21 തരത്തിലുള്ള സമിത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ കൂട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന 21 തത്വങ്ങൾ. സമിത്ത എന്ന് വെച്ചാൽ തത്വം. സമിത്ത എന്നതിന് ചമത എന്നർത്ഥമുണ്ട്. ഹോമത്തിലും യജ്ഞത്തിലും യാഗത്തിലുമൊക്കെ ഉപയോഗിക്കുന്ന സമിത്ത്, ആ അർത്ഥമുണ്ട്. ഇവിടെ അർത്ഥം 21 തരം തത്വങ്ങൾ. സപ്താസ്യാസൻ 7 തരത്തിലുള്ള ഛന്ദസ്സുകളിൽ നിന്ന് തീർത്തിട്ടുള്ള 21 തരത്തിലുള്ള തത്വങ്ങൾ. ഛന്ദസ് എന്ന് വെച്ചാൽ ഛാദനം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ഛാദനം ചെയ്യുക, ആച്ഛാദനം ചെയ്യുക. ആച്ഛാദനം ചെയ്യുക, മൂടിവെക്കുക. മന്ത്രത്തിനകത്ത് ആശയം അല്ലെങ്കിൽ തത്വം മൂടിവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗുഹ്യതരമയ എന്ന് ഭഗവാൻ അർജുനോട് പറഞ്ഞത്. അതിൽ രഹസ്യമുണ്ടെന്നല്ല അർത്ഥം. പിന്നെ എന്താണ്? പറഞ്ഞു തന്നാൽ അത് ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള പൂർവമായ അറിവ് നിനക്കില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ല ഇതിനകത്ത് രഹസ്യമുണ്ടെന്നോ ഇത് മറ്റൊരാൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റാത്തതാണെന്നോ അർത്ഥം ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഗുഹ്യതരമയ എന്ന രീതിയിൽ ആച്ഛാദനം ചെയ്തു വച്ചിരിക്കുന്നു. ഈ ഛന്ദസ് എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് നിഗൂഢം എന്നുള്ള സങ്കല്പം പിന്നീട് വരുന്നത്. അപ്പം ഛന്ദസ് കൊണ്ട് ഛാദനം ചെയ്ത് മറച്ചു വച്ചിരിക്കുന്നതാണ് മന്ത്രങ്ങളെല്ലാം.
ഭാഷ കൊണ്ട് മറച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭാഷ തുറക്കാനുള്ള, ഭാഷയുടെ എല്ലാ തരത്തിലുമുള്ള സിദ്ധികൾ ഉപയോഗിച്ച് ആ ഭാഷയുടെ സിദ്ധികളെ പലതരത്തിലുള്ള പൂട്ടി മണിച്ചിത്ര താഴിട്ട് പൂട്ടി അതിൻ്റെ ഉള്ളിൽ തത്വമടക്കം ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ താക്കോൽ കിട്ടണം. ഈ താക്കോലാണ് പലപ്പോഴും നമുക്ക് കിട്ടാതെ വരുന്നത്. അതിന് അത് തന്നെ പഠിക്കുന്നത് ജീവിതവർഗമായി സ്വീകരിച്ച ഒരാചാര്യൻ ആ താക്കോൽ നമുക്ക് തരണം. ആ താക്കോലിട്ട് തുറക്കുമ്പോഴാണ് ഇതിനകത്ത് അടക്കം ചെയ്തു വച്ചിരിക്കുന്ന രത്ന സമാനമായ മൂല്യമുള്ള ആ തത്വം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് സപ്താസ്യാസൻ എന്ന് പറഞ്ഞാൽ 7 തരത്തിലുള്ള ഛന്ദസ്സുകളുണ്ട്. ഛന്ദസ്സിന് വൃത്തമെന്നും അർത്ഥമുണ്ട്. ഒരുപാട് അർത്ഥമുള്ള വാക്കാണ് ഇതൊക്കെ. ഛന്ദോശാസ്ത്രം, പിങ്കള ഛന്ദസ് എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ഛന്ദശാസ്ത്രമാണ്. വൃത്തശാസ്ത്രം നമ്മുടെ AR രാജവർമ്മ തമ്പുരാൻ എഴുതിയിട്ടതുപോലെയുള്ള ഛന്ദശാസ്ത്രം. അതുപോലെ തെറ്റുപടഞ്ഞിട്ടുള്ള വൃത്തശാസ്ത്രമാണ് എന്ന് ധരിക്കുന്നത്. തെറ്റില്ലാത്ത വൃത്തശാസ്ത്രമാണ് പിങ്കളൻ എന്നുള്ള ഋഷിയാണ്. ഋഷിയുടെ ഛന്ദശാസ്ത്രം തെറ്റൊന്നുമില്ല അതിനകത്ത്. തമ്പുരാന് പല വൃത്തങ്ങളും അദ്ദേഹം അതിനെ ലക്ഷണം നൽകിയപ്പോൾ ഒരേ വൃത്തത്തിന് തന്നെ അദ്ദേഹം പല പേരിട്ട് അതിന് പലതരത്തിൽ ലക്ഷണ സമന്വയം ചെയ്ത് വെച്ചിട്ടുണ്ട്. വൃത്തശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വൃത്ത മഞ്ജരി. അപ്പോൾ 7 തരത്തിലുള്ള ഛന്ദസ്സുകളിൽ നിന്ന് 21 തരത്തിലുള്ള തത്വങ്ങൾ ഉണ്ടാക്കിയെടുത്തു. ആര്? ദേവന്മാർ. ദേവായ ജ്ഞാനം തന്വാന. യജ്ഞം എന്നതിന് നാം ഇന്ന് ധരിക്കുന്നത് പോലെയുള്ള അർത്ഥമല്ല, ആ അർത്ഥവുമുണ്ട്. പക്ഷെ അതിൻ്റെ പ്രധാന അർത്ഥം ആ വാക്ക് രൂപം കൊള്ളുന്ന സാംസ്കാരികമായ പരിതോവസ്ഥ ചൂഴ്ന്നു നിന്നിരുന്ന ഒരു ശുഭകരമായ കാലത്ത് അതിൻ്റെ അർത്ഥം മറ്റൊന്നായിരുന്നു. യജ് എന്നാണ് അതിൻ്റെ ധാതു, അതിൻ്റെ റൂട്ട്. യജ് ദേവപൂജ സംഗതികരണ യജനദാനേഷു എന്നാണ് അതിൻ്റെ അർത്ഥം. അറിയാവുന്നവർ കാണും. അപ്പോൾ ദേവപൂജയ്ക്കും ഈ യജ്ഞം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതാണ് സാധാരണ നമ്മൾ ഈ പല യജ്ഞങ്ങളായിട്ട്, സോമയാഗം പോലെയുള്ള യജ്ഞങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടിക്ക് അങ്ങനെയുള്ള ദേവപൂജയ്ക്ക് ഉപകരിക്കുന്നതാണ്. പിന്നത്തെ അതിൻ്റെ അർത്ഥം സംഗതികരണം എന്ന് വെച്ചാൽ നവീനമായ, അതുവരെ ഇല്ലാതിരുന്ന ഒന്നിനെ സ്വന്തം പ്രതിഭ കൊണ്ട് സൃഷ്ടിക്കുന്നതിനെയാണ് സംഗതികരണം എന്ന് പറയുന്നത്. സംഗീതത്തിലൊരു സംഗതിയുണ്ട്, ആ സംഗതിയില്ല. സംഗതികരണ യജനദാനേഷു. ദാനം എന്നും ഇതിനർത്ഥമുണ്ട്. യജനം സാധാരണമായ പൂജ എന്നും ഇതിനർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദേവായത് യജ്ഞം തന്വാന എന്നതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സംഗതികരണം എന്ന അർത്ഥമാണ്. ദേവന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ദേവന്മാരല്ല. ദേവേന്ദ്രൻ്റെ കീഴിൽ പല തരത്തിലുള്ള വിദ്യാധര, അപ്സര, യക്ഷ, രക്ഷ, ഗന്ധർവ, കിന്നര, ഉരക, സിദ്ധ, സാത്യ, അപ്സരസുകളായ ദേവവർഗങ്ങൾ, അതെല്ലാം ഉദ്ദേശിച്ചിരിക്കുന്നു. ദേവൻ എന്ന് വെച്ചാൽ ശരിയായ സയൻറ്റിസ്റ്റ്, ശരിയായ ജ്ഞാനി. അപ്പോൾ ആ ജ്ഞാനികൾ എന്ത് ചെയ്തിരിക്കുന്നു? പശുവിനെ ഹൃദയത്തിൽ ബന്ധിച്ചിട്ട്, പശു എന്ന് വെച്ചാൽ സാക്ഷാൽ ചൈതന്യം, ദ പ്യുവർ കോൺഷ്യസ്നസ്. ഹൃദയത്തിൽ അബദ്ധനൻ പുരുഷം പശും എന്നാണ്. പുരുഷൻ എന്നതിന് ആദിമമായ ചൈതന്യം എന്നർത്ഥം. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പേരിടും. പുരുഷൻ പേരിട്ടിട്ട് പുരുഷു എന്ന് വിളിക്കും. പുരുഷോത്തമൻ എന്ന് പേരിട്ടിട്ടും പുരുഷു എന്ന് വിളിക്കും. പുരു എന്ന് വിളിക്കാറുള്ള നല്ല കാര്യം. ആ പുരുഷനല്ല, ആ പുരുഷനെ അല്ല, ആ പുരുഷനെ നമ്മൾ വിളിക്കേണ്ടത് എങ്ങനെയാണ്? പുരീഷം എന്നാണ്. പുരീഷം എന്ന് പറഞ്ഞാൽ അമേധ്യം എന്നാണ് അർത്ഥം. ഒരു ചെറിയൊരു വ്യത്യാസം, ഒരു സ്വരത്തിൻ്റെ വ്യത്യാസം മതി. പുരുഷൻ എന്നുള്ളത് പുരീഷം എന്നാൽ സംഗതി ആകെ കുഴപ്പമായി പോകും. അപ്പം ആ പുരുഷനല്ല. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കും മുൻപ് പൂർവം ജനിതും, പൂർവമായി ജനിച്ചിട്ടുള്ളതിനാൽ, പൂർവമായി ജനിച്ചിട്ടുള്ളത് എന്താണ്? പൂർവമായി ജനിച്ചിട്ടുള്ളത് ചൈതന്യമാണ്. ഈ ചൈതന്യത്തെ
പശുവിൻ്റെ ഹൃദയത്തിൽ ബന്ധിച്ചിട്ടുള്ളത്. പശു എന്ന് പറഞ്ഞാൽ ആരാണ്? പശു എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. പിന്നീടാണ് മനുഷ്യൻ്റെ ഈ പേരെടുത്ത് ഈ പാല് തരുന്ന ജീവിക്കിട്ടത്. പശു, പെച്ചു, പെച്ചൂനിയറി, അത് പിന്നെ പെക്കൂനിയറി, പിന്നെ പെക്കൂനിയർ എന്നൊക്കെ വാക്കുകൾ ഇത് വികാസം പ്രാപിച്ചു വന്നത് ഈ പശുവിൽ നിന്നാണ്. ആ പശു എന്നുള്ളതിൻ്റെ ഗ്രീക്ക് ഉച്ചാരണമാണ് പെച്ചു. ഇപ്പോൾ പശു എന്ന ധനത്തിൻ്റെ സിമ്പലായിരുന്നു. അപ്പോൾ നാം ഒക്കെ ജീവനുള്ളവയെല്ലാം, ജീവിച്ചുകൊണ്ടിരിക്കുന്നവയെല്ലാം, പരിണാമത്തിന് വിധേയമായതെല്ലാം പശു. അങ്ങനെയാണ് ആ വാക്ക് വന്നത്. പശുക്കളുടെ ഹൃദയത്തിൽ ജ്ഞാനികളായ ആളുകൾ സംഗതികരണം കൊണ്ട്, ജ്ഞാനപിപാസ കൊണ്ട്, ജ്ഞാനമീമാംസ കൊണ്ട്, കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം കൊണ്ട്, തത്വവും സത്യവും ജ്ഞാനവും ആനന്ദവും കണ്ടുപിടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഈ പുരുഷനെ ഹൃദയത്തിൽ ബന്ധിച്ചു എന്നുമാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം. ദയാനന്ദ സരസ്വതി അതിന് 7 തരത്തിലുള്ള അർത്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാൻ കിട്ടുന്നതാണ്, സാമാന്യേന മനസ്സിലാകുന്നതുമാണ്. അപ്പോൾ ഈ ഋഗ്വേദ മന്ത്രത്തിൽ നിന്നാണ് കപില മഹർഷിക്ക് എന്ന് വെച്ചാൽ നിരീശ്വരവാദപരമായ ദർശനമാണ് എന്ന് സങ്കല്പിച്ചിട്ടുള്ള, അങ്ങനെ തോന്നാൻ അനേകം സാധ്യതകളുള്ള ഈ ദർശനം സ്വരൂപിക്കപ്പെട്ടിരിക്കുന്നത് ഋഗ്വേദത്തിലെ മേൽപ്പറഞ്ഞ അല്ലെങ്കിൽ പ്രസ്തുതമായ മന്ത്രത്തിൽ നിന്നാണ്. ആ മന്ത്രത്തിലാണ് 24 തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്, സപ്തഛന്ദസ്സുകളെക്കുറിച്ചും പറയുന്നത്. അതിൽ നിന്ന് താൻ തൻ്റെ ബുദ്ധി കൊണ്ട് വിവേചിച്ച് മനസ്സിലാക്കിയിട്ടുള്ള 25 തത്വങ്ങൾ എടുത്തിട്ട് ആ 25 തത്വങ്ങളിൽ മേൽ ഈ പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് യുക്തിപൂർവം വാദിച്ച് സ്ഥാപിച്ചിരിക്കുന്ന കൃതിയുടെ പേരാണ് സാഖ്യസൂത്രങ്ങൾ. നമുക്ക് സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിരിക്കുന്നതിനാൽ ഇതിലെ ഈ ഓരോ 25 തത്വങ്ങളെക്കുറിച്ചും പറയാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് ഈ പ്രഭാഷണം, ഇപ്പോൾ തന്നെ നീണ്ടുപോയ ഈ പ്രഭാഷണം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.